സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാനൊന്ന് പുറത്തു പോവുക. താലി കെട്ടെന്നും താലി അഴിക്കലും എന്നൊക്കെ പറഞ്ഞോണ്ട് എന്നെ കടന്ന് വിളിച്ചേക്കരുത്. വിളിച്ച നീ വിളിച്ചു നോക്ക്. അപ്പൊ കാണാം എന്ത് സംഭവിക്കുമെന്ന്. കറിയൊന്ന് നോക്കിക്കൊള്ളെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിക്കുവാ. അതിപ്പോ അടിക്ക് പിടിച്ച് നശിച്ചു കാണും. ഇങ്ങോട്ട് വന്നേ. മോള് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. നിങ്ങള് തമ്മിൽ എപ്പോഴും വഴക്കാണോ മോളെ? വഴക്കോ? ഞങ്ങള് തമ്മിലോ? അച്ഛമ്മയ്ക്ക് എന്താ ഭ്രാന്താണോ? ഇപ്പൊ ഇല്ല. മോളുടെ ജീവിതം ഇങ്ങനെ തകരുന്നത് കണ്ട ഭ്രാന്ത് പിടിച്ചു പോകും അച്ഛമ്മയ്ക്ക്. അതിനും വേണ്ടി ഇപ്പൊ ഇവിടെ എന്തുണ്ടായിന്നാ? ഒന്നുമില്ലേ, അച്ഛമ്മ എല്ലാം കേട്ടു. കാർത്തിയേട്ടൻ ബഹളം വെക്കുന്നത് കേട്ടിട്ടാണോ അച്ഛമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എന്റെ അച്ഛമ്മേ, ഏട്ട സ്നേഹത്തോട് വർത്താനം പറയുന്നത് പോലും ഇങ്ങനെയാ. അച്ഛമ്മയോട് കള്ളം പറയാനും വേണ്ടി വളർന്നോടി മോളെ നീ. ഈ വീട് ഒരു നരകമാണെന്നാണോ ഭർത്താവ് സ്നേഹത്തോടെ ഭാര്യയോട് പറയുന്നത്? നിങ്ങൾക്കിടയിലെ സ്വരച്ചേർച്ചയില്ലായ്മ മനസ്സിലാക്കാനുള്ള കഴിവ് അച്ഛമ്മയ്ക്കില്ലെന്നാണോ എന്റെ മോള് കരുതുന്നത്? എന്റെ അച്ഛമ്മേ, അച്ഛമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. മോക്കിവിടെ സുഖമാണെന്നും ഒരു കുഴപ്പമില്ലെന്നും എന്റെ തലയെ കൈവച്ച് സത്യം ചെയ്തു തരാവോ? പറ്റില്ല. അച്ഛമ്മ സത്യം, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. ഏട്ടന്റെ അച്ഛനും അമ്മയും എന്റെ സ്വന്തം മോളെ പോലെ കണ്ടാ സ്നേഹിക്കുന്നേ. അത് മതി, അത് മാത്രം മതി എനിക്ക്. അച്ഛമ്മയും അമ്മയും വിഷമിക്കരുത്, കേട്ടല്ലോ? ഭർത്താവിന്റെ കാര്യം പറയുമ്പോ അവന്റെ അച്ഛന്റെ അമ്മയുടെ സ്നേഹം പറഞ്ഞ് അവള് രക്ഷപ്പെട്ടു പോവാ. അമ്മയുടെ മോനെ കൊണ്ട് ഞാൻ തോറ്റു കേട്ടോ. ആണോ? ഇനി നമുക്ക് രണ്ടുപേർക്കും കൂടി സഹിക്കാം. 10-28 വർഷമായി ഞാൻ ഒറ്റയ്ക്ക് സഹിച്ചതല്ലേ. ഒന്ന് കുളിക്കാൻ കേറിയാ ഇത് എത്ര നേരം വേണം? പെണ്ണുങ്ങളെക്കാളും സമയം വേണം ഒന്ന് കുളിച്ചിറങ്ങാൻ. ഇപ്പോഴെങ്കിലും ഇറങ്ങിയോ മഹാൻ? ഓ, ഇറങ്ങി. കുളി കഴിഞ്ഞല്ലേ പ്രധാന പരിപാടി.
ഒരു പാന്റ് എടുത്താലും ഇഷ്ടപ്പെടില്ല. ഷർട്ട് എടുത്താലോ മാറ്റി മാറ്റി നോക്കിക്കൊണ്ടിരിക്കും. പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് എവിടെ പോവാ അവൻ? ആ എവിടെ പോവാന്നല്ല, ആള് പോയി കഴിഞ്ഞു. പോയോ? എങ്ങോട്ട്? അത് ആ കൂട്ടുകാരന്റെ കൂടെ കാർ എടുത്തോണ്ട് പോയി. കാറും എടുത്തോണ്ട് പോയോ? ഈ താലി ഒന്ന് മാറ്റി കെട്ടിട്ട് പോയാ പോരെ അവന്? അമ്മ ടെൻഷൻ ആവണ്ട, ഇപ്പൊ വരും. എങ്ങും പോവല്ലെന്ന് എത്ര വട്ടം പറഞ്ഞതാ ഞാൻ. ആ ഫോണിങ്ങെടുത്തേ, ഞാനൊന്ന് വിളിക്കട്ടെ. വേണ്ടമ്മേ, സമയത്ത് ഇങ്ങെത്തും. എങ്കി നീ വിളിക്ക്. ഇപ്പൊ എവിടെ എത്തണോന്ന് അച്ഛൻ പറഞ്ഞു എന്ന് പറ. പറയാം. ചെല്ലു മോളെ, ചെല്ല്. കൃത്യമായിട്ട് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്നതിനെ ബ്രേക്ക് ഡൗൺ ആക്കിക്കൊള്ളണം. അതിന് ഞാൻ എന്ത് ചെയ്ത്? എടാ ഇതിപ്പോഴെങ്ങനെ ശരിയാവൂ? ഇപ്പൊ ശരിയാക്കി തരാം. ഇതന്നെ കുറെ നേരമായിട്ട് പറയുന്നത്. എന്തോ ഒരു സാധനങ്ങൾ അതിനകത്ത്. ഇവിടുന്ന് ഒരു പൈപ്പ് അങ്ങോട്ട്, അവിടുന്ന് ഒരെണ്ണം ഇങ്ങോട്ട്. ഇതിൽ ഏതിൽ പിടിച്ചാൽ ശരിയാവോ എന്തോ? ആ കിട്ടി 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 കിട്ടിയടാ കിട്ടി. ദുഷ്ടൻ. ഞാൻ വിളിച്ചിരുന്നു. ഒരു പെണ്ണാ ഫോൺ എടുത്തത്. ആരാത്? ആൻസർ മീ കാർത്തി. ആരായിരുന്നു അത്? അല്ല അതെ, അത് കോള് വന്നത് ഞാൻ കണ്ടില്ലായിരുന്നു. കാർത്തി, എന്നോട് കള്ളം പറയരുത്. എനിക്ക് കാര്യം എല്ലാം മനസ്സിലായി. എന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണോ അസിസ്റ്റന്റ് പെൺകുട്ടിയെ കൊണ്ട് ഫോൺ എടുപ്പിച്ചത്? കാർത്തി ഷൂട്ടിലായിരുന്നു. എന്റെ കോൾ വന്നപ്പോ എടുക്കാൻ മടിച്ചിട്ട് അസിസ്റ്റന്റിനെ കൊണ്ട് ഫോൺ എടുപ്പിച്ചു. അതല്ലേ സത്യം? എന്റെ പൊന്നോ, വല്ലാത്ത എക്സാജറേഷൻ തന്നെ. എക്സാജറേഷൻ ഒന്നും അല്ല, നടന്ന കാര്യം തന്നെയാ ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, എന്റെ അഡ്വർടൈസിംഗ് കമ്പനിയില് ക്രിയേറ്റീവ് ഹെഡായിട്ട് വന്ന് ജോയിൻ ചെയ്യാം. എനിക്കും ഗുണാവും. കഥ ക്രിയേറ്റ് ചെയ്യാൻ കാർത്തിയുടെ അത്രയും മിടുക്ക് എനിക്കില്ല. എന്റെ വൈക, ലൊക്കേഷൻ ഷിഫ്റ്റിനിടയില് കാറ് ബ്രേക്ക് ഡൗൺ ആയി ഞാനിതാ വഴി കിടക്കുക. അപ്പൊ ഷൂട്ടിങ്ങോ? ആകെ മൊത്തത്തിൽ പ്രശ്നമായി വൈക. ഇവിടുത്തെ എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത്? വൈക, ഒരു ISD കോള് വരുന്നു, ഒന്ന് ഹോൾഡ് ചെയ്യണേ. എന്തിനാണ് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ? അത് ഇവിടെ താലി മാറ്റി കെട്ടാനായിട്ട്. ഒരു താലി മാറ്റി കെട്ടൽ?
ഒരിക്കൽ കെട്ടിയത് ഇവിടെ അബദ്ധമായിരിക്കും എനിക്ക്. ഇനി മേലാൽ എന്നെ ഇങ്ങനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യരുത് കേരള. ആ വൈക പറയ. ഹലോ ഹലോ വൈക. അതും കട്ടായല്ലോ. ഭാര്യയില്ല, ലവറും ഇല്ല, പിന്നെ ഇതാരാ വിളിക്കുന്നത്? കാർത്തിക് അച്ഛൻ. നീ റേഞ്ച് പിടിച്ച് കളിക്കും. ഹലോ അങ്കിൾ. എടാ വിനീതേ, നീ ഇതെവിടെ പോയതാ? ഞങ്ങൾ ദൂരെയൊന്നും പോയില്ല, ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. വണ്ടി ബ്രേക്ക് ഡൗൺ ആയി വഴി കിടക്കുക. ഏത് വണ്ടി ബ്രേക്ക് ഡൗൺ ആയാലും ശരി, മര്യാദയ്ക്ക് അവനോട് വീട്ടിലേക്ക് വരാൻ പറ. പറയാം അങ്കിൾ. അങ്കിളോ? വല്ല ഓട്ടോയോ കാറോ പിടിച്ചാവും വരട്ടെ. നീ വണ്ടി ശരിയാക്കിട്ട് വന്നാ മതി. ഓക്കെ അങ്കിൾ. ആ ആരാ? അച്ഛനായിരുന്നോടാ? മര്യാദയ്ക്ക് ഏതെങ്കിലും വണ്ടി പിടിച്ച് വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. പിന്നെ വലിയ അത്യാവശ്യമല്ലേ മച്ചാ, ഇത് പ്രശ്നമാവേ. ഒരു ഓട്ടോ പിടിച്ച് പോവാൻ നോക്ക്, അല്ലെങ്കിൽ വരുന്ന ഏതെങ്കിലും ബൈക്കിൽ ലിഫ്റ്റ് അടിച്ച് പോ. നീ ഒന്ന് പോടാ അവിടെ. ആ ശരി, ഞാൻ പോവാ. ലിഫ്റ്റ് ചോദിക്കാൻ പറ്റിയ ഒരാള് വരുന്നുണ്ട്. ഹലോ, എന്തുപറ്റി? വണ്ടി റിപ്പയർ ആയോ? പെരുവഴിയിലായി. പാവം കാർത്തി, വണ്ടിയും റിപ്പയർ ആയി, ജീവിതവും റിപ്പയർ ആയി. എന്താ കാർത്തി ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇല്ല. എന്തെങ്കിലും ജോലി തരുമോ? ഇവിടെ പറഞ്ഞോട്ടെ. നീ ഒന്ന് അടങ്ങി. അനവസരത്തിൽ കയറി തമാശ പറയല്ലേ ഗൗരി. മച്ചാ നല്ല ടെൻഷനിൽ നിൽക്കുക. അയ്യോ, എന്തു പറ്റി കാർത്തി? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയില്ലേ നിനക്ക്? ഇല്ല. സുന്ദരിയുടെ താലി മാറ്റി കിട്ടേണ്ട ദിവസം ഇന്ന്. ആഹാ, എന്നിട്ടാണോ ഇങ്ങനെ പെരുവഴി കിടക്കുന്നേ? അതാണ് ഞാൻ പറഞ്ഞത്, ഇവനെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്ക് ഗൗരി. ആ, അയൽക്കാരനൊരു സഹായം ചെയ്തില്ലെന്ന് വേണ്ട. വാ കേറ്. ചെല്ലടാ, വേഗം വീട്ടിലോട്ട് ചെല്ല്. ഇല്ലെങ്കിൽ ഇവള് പോയി പറഞ്ഞു കൊടുക്കും നിന്നെ വിളിച്ചിട്ട് വന്നില്ലാന്ന്. അങ്കിളിപ്പോ പറഞ്ഞതല്ലേ ഉള്ളൂ. പുറകിലേക്ക് ഇരിക്കെ, ഞാൻ ഓടിച്ചോളാം. ഓ, ഈഗോ ആണല്ലേ? സാരില്ല, ഞാൻ പുറകിലിരുന്നോളാം. ആ, വണ്ടി എടുക്ക. ചെല്ലു മച്ചാ. ടാറ്റാ. ബൈ. വേണ്ട വേണ്ടെന്ന് പറയുന്നവന് ദൈവം വാരി കോരി കൊടുക്കും. ഒന്നുമില്ലാത്തവന് പച്ച വെള്ളം പോലും കൊടുക്കൂല. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? കാർത്തി, ഞാനൊരു പാട്ട് പാടട്ടെ, ഒരെണ്ണം. കറുപ്പിനഴക്, ഓ വെളുപ്പിനഴക്,
ഓ പുലരിയിലെ പനിമഴയിൽ ഒന്ന് ചുമ്മാതിരിക്കെ, ശല്യപ്പെടുത്താതെ. എന്നാ പിന്നെ ഞാൻ വേറൊരു പാട്ട് പാടാം. കറുത്ത പെണ്ണെ നിന്നെ കാണാൻ ഏറ്റൊരു നാളുണ്ടേ. ഗൗരി, നീ ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? ആ പാട്ടും ഇഷ്ടപ്പെട്ടില്ലേ? ഇന്ന് ഞാൻ വേറൊരു പാട്ട് പാടാവേ. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വീടേ. വലിയ ശല്യമായല്ലോ, ഒന്ന് അടങ്ങിയിരിക്കാവോ നിനക്ക്? ഈ സോങ് ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ വേറൊരെണ്ണം പാടട്ടെ. കറുപ്പത്താ എനിക്ക് പിടിച്ച കളറ്. അല്ല കാർത്തിക്, ഈ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നൊക്കെ പറയില്ലേ? അതോ ഇനി കറുപ്പായതുകൊണ്ട് കാക്കയ്ക്ക് കുഞ്ഞിനോട് ദേഷ്യം കാണുവോ? പറ. മിണ്ടായിരിക്കാൻ പറഞ്ഞ നീ കേക്കത്തില്ലല്ലേ? ഇറങ്ങടി, ഇറങ്ങ. എന്താ കാർത്തിക് കാണിക്കുന്നേ? ഇറിറ്റേറ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. സ്കൂട്ടി ഞാൻ വീട്ടിൽ വെച്ചേക്കാം, ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു വന്നാ മതി. ഗൗരി, എടി കീങ്ങന്നെ തരില്ല. എടി ഗൗരി, എനിക്ക് പോണം. ഭാര്യയുടെ അടുത്ത് പോകാൻ അത്രയ്ക്ക് കൊതിയായോ എന്റെ മോന്? ആ മുഖം കണ്ടാലും മതി. അല്ല, അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്ക, എങ്ങനെ സഹിക്കുന്നു ആ സുന്ദരിയെ? പണവും പോരാ, പത്രാസം പോരാ, സൗന്ദര്യവും പോരാ, സ്റ്റാൻഡേർഡ് തീരെയില്ല. ഒരുപാട് കുറവുകളാണല്ലോ എന്നിൽ ഗവേഷണം നടത്തി കാർത്തി കണ്ടുപിടിച്ചത്. എന്നിട്ട് താലി കെട്ടിക്കൊണ്ടു വെച്ചിരിക്കുന്ന ഒരു ഐറ്റത്തിനെ കണ്ടില്ലേ? എന്റെ കാർത്തി, നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് സങ്കടമാ. എന്നാലും നിനക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റിയല്ലോ. ഒരു തവണ താലി കെട്ടിയത് അബദ്ധമാണെന്ന് പറയും. ദേ, ഇപ്പൊ അത് മാറ്റിക്കെട്ടാൻ കിടന്ന് വെപ്രാളം പിടിക്കുന്നു. ശരിക്കും നീ ഒരു മന്ദബുദ്ധിയാണോ കാർത്തി? കാര്യം അറിയാതെ നീ സംസാരിച്ചാലുണ്ടല്ലോ എന്റെ തനി അറിയും. കാര്യം അറിയാതെയോ? എന്ത് കാര്യം? എടി, സുന്ദരിയുടെ അടുത്തെത്തി താലി മാറ്റി കെട്ടാനുള്ള വെപ്രാളാണെന്നല്ലേ നീ പറഞ്ഞത്? ആണല്ലോ. ഈ സ്കൂട്ടറിൽ എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റും? ഞാനാണെങ്കിൽ പാർത്തു ഒരു 70-80, അതാ ആവറേജ്. ഓ, ഞാനിപ്പോ എത്ര കിലോമീറ്റർ സ്പീഡിലായിരിക്കും വണ്ടി ഓടിച്ചത്? ഓ, പോവാ ഡ്രൈവിംഗ് ഒരു 30-40. ഭയങ്കര ശോകം തന്നെ. അപ്പൊ എത്രയും വേഗം സുന്ദരിയുടെ അടുത്ത് എത്താനായിരുന്നെങ്കിൽ ഈ സ്പീഡിലായിരിക്കോ ഞാൻ വണ്ടി ഓടിക്കുന്നത്? ഒന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. കാർത്തി, അപ്പൊ നിനക്ക് സുന്ദരിയോട് അത്രയ്ക്ക് പോലും ഇഷ്ടല്ലേ? അത്ര പോലും എന്നല്ല, 1% പോലും ഇഷ്ടമല്ല എനിക്ക്. കാർത്തി എന്തായി പറയുന്നത്? അപ്പൊ ഇഷ്ടമല്ലാതെയാണോ കാർത്തി ഈ വിവാഹത്തിന് സമ്മതിച്ചത്? പെണ്ണിന്റെ ശത്രു പെണ്ണ്. സോറി ഗൗരി, തൽക്കാലം നിന്നെ ഞാൻ എന്റെ ചൂണ്ടയിലെ ഇരയായിട്ട് കോർക്കുകയാണ്. സുന്ദരി പോണം, വൈക വരണം എന്റെ ജീവിതത്തിലേക്ക്. അതിന് നീയേ ഉള്ളൂ എനിക്കൊരു തുണ. എന്റെ കാർത്തി, എന്റെ വിധിയെ സ്വയം ശപിക്കുകയായിരുന്നു ഞാൻ. അന്ന് ആ കല്യാണ മണ്ഡപത്തിലേക്ക് നീ വന്ന് കയറിയപ്പോ തോന്നിയൊരു തോന്നലുണ്ട്. കൺമുന്നിലെ മഹാലക്ഷ്മിയാണല്ലോ ഞാൻ കളഞ്ഞു കുളിച്ചതെന്ന്. ആ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അനുഭവിച്ചു തന്നെ ഈ ജീവിതം തീർത്തേ പറ്റൂ. വെറുതെ മണ്ടത്തരം പറയല്ലേ കാർത്തിക്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. എങ്ങനെ? ഇനി ഒന്നും നടക്കില്ല. ദൈവം തലയിൽ എഴുതിയത് അനുഭവിച്ചേ പറ്റൂ. ദൈവം തലയിൽ എഴുതാൻ പേനയും പിടിച്ചോണ്ടിരിക്കല്ലേ?
നമ്മുടെ വിധി എഴുതേണ്ടത് നമ്മൾ തന്നെയാ. പറയാൻ എളുപ്പമാ, ബട്ട് നോട്ട് പ്രാക്ടിക്കൽ. ഞാൻ നടത്തി തന്നാലോ? എന്ത്? സുന്ദരിയെ കാർത്തിക്കിന്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒഴിവാക്കി തരും, വെറും പുഷ്പം പോലെ. സുന്ദരി പോവും, കാർത്തി പഴയ പോലെ ആവും. അപ്പോ അപ്പൊ നീ എനിക്ക് എന്ത് തരും? എന്ത് വേണം? ചോദിക്കട്ടെ? ചോദിക്ക. ഒരു താലി. കാർത്തിക് എന്ന് പേരെഴുതിയ ഒരു ആലില താലി എന്റെ ഈ കഴുത്തിലിട്ട് തരുമോ? കിട്ടും. വെറും വാക്ക് പോരാ, സത്യം ചെയ്തു തരണം. എന്നെയോ നിന്നെയോ പിടിച്ച് സത്യം ചെയ്താ പോരാ, നീ വിശ്വസിക്കുന്ന മൂകാംബിക ദേവിയെ പിടിച്ച് സത്യം ചെയ്യണം. സത്യം ചെയ്യും. സുന്ദരി എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തന്ന ഗൗരിയുടെ കഴുത്തിൽ താലി കെട്ടി ഞാൻ ഭാര്യയായി സ്വീകരിച്ചിരിക്കും. ഇത് മൂകാംബിക ദേവി സത്യം. ഞാൻ ചെയ്തിരിക്കും.